ഇത് ഞാൻ ഒന്ന് പറയാൻ വന്നിട്ടുള്ളത് ചപ്പാത്തി മാവാണ്. ചപ്പാത്തി മാവ് ഗോതമ്പിൻ്റെ മാവും നെയ്യും കൂടി ഉരുള വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മളെ മുഖത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം എല്ലാവരും ശ്രമിക്കുക മുഖത്ത് പരട്ടാൻ. മുഖത്ത് പരട്ടുമ്പോൾ എന്താവണം, നമ്മുടെ സ്കിന്നിൽ വരുന്ന സോഫ്റ്റ് ആയിട്ടുണ്ടാവും സ്കിന്ന്. ഇതുമാതിരി നമ്മൾ മുഖത്ത് പരട്ടാൻ നോക്കും. ഇത് പരട്ടിക്കൊണ്ട് ഇപ്പോൾ ഞാൻ വെള്ളക്കടലാസാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് പരട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫറൻറ്റ് ഉണ്ടാവും. ഇത് സേട്ടുകളിലെ മക്കൾക്കൊക്കെ തേക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ അവർ മക്കൾക്ക് തേക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്. പക്ഷേ എനിക്കിപ്പോൾ അത് ബോധ്യമായി. ഞാൻ തേച്ചിട്ടല്ല, എന്നാലും 2-3 പ്രാവശ്യമൊക്കെ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ നന്നായിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ പരട്ടി എടുക്കണം. ചപ്പാത്തി മാവും നെയ്യും, വേറെ ഒന്നും ഇതിലിടുന്നില്ല. ഇത് വളരെ നല്ലതാണ്. നമ്മളെ മക്കൾക്ക് എല്ലാം തേച്ച് കൊടുക്കാൻ നോക്ക്. ചെറുപ്പം മുതലേ ഇത് തേക്കാൻ തുടങ്ങുമ്പോൾ ആ സ്കിന്നിൽ വരുന്ന മുടികൾ വരാതെയാവും. മുടി വരാതെയാകുമ്പോൾ സ്കിന്ന് വെളുത്തിട്ടുണ്ടായിരിക്കും. അതാണ് ഡിഫറൻറ്റ്. പിന്നെ കുറച്ച് സോഫ്റ്റ് ഉണ്ട് നമ്മുടെ ശരീരത്തിന്. നെയ്യാണല്ലോ, നെയ്യും ചപ്പാത്തി മാവും അതും കൂടി ഇങ്ങനെ ഉരുട്ടി എടുക്കുക. ഓക്കെ. പിന്നെ ഇപ്പോൾ കല്യാണത്തിന് പോകണമെന്നാൽ അത് തേച്ചതിന് ശേഷം ഈ നമ്മൾ തേക്കാൻ പോകുന്ന സാധനം ഇതാണ്. ഇതിലെന്താ ഇട്ടിട്ടുള്ളത്? കാപ്പിപ്പൊടി, ടൊമാറ്റോ ജ്യൂസ്, കാപ്പിപ്പൊടി, പഞ്ചസാര, ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതും നമ്മുടെ മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ശേഷം ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വെള്ളക്കടലാസാവും ഇന്നൊന്നും പറയാൻ പറ്റില്ല. വെളുത്ത് അങ്ങനെ പറയുന്നുണ്ട് യൂട്യൂബിലൊക്കെ. അയ്യോ, തേച്ച് കഴിഞ്ഞാൽ അങ്ങനെയും കൈ കാണിക്കുമ്പോൾ കടലാസിൻ്റെ കളറാണ്, വെള്ളപ്പാണ്ടുള്ള മാതിരി. കടലാസാണെങ്കിൽ കുഴപ്പമില്ല, വെള്ളപ്പാണ്ട് അങ്ങനെയൊന്നും ആവില്ല. നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യം തേക്കുക. നമുക്ക് സൺഡേ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സൺഡേ ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ തേക്കണം, സാറ്റർഡേ തേക്കണം, സൺഡേ തേക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് ഡിഫറൻറ്റ് നമ്മുടെ മുഖത്തിന് വരും, ഉറപ്പാണ്. പക്ഷേ എന്ന് വെച്ച് നമ്മൾ അങ്ങനെ തൂവമാതിരി വെള്ളക്കടലാസുമാതിരി വെള്ളപ്പാണ്ടുമാതിരി ഒന്നും ആവില്ല. അപ്പോൾ കുറച്ച് തേച്ചപ്പോൾ എൻ്റെ കയ്യിന് കുറച്ച് ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ടല്ലോ, അതേമാതിരി ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ. മനസ്സിലായില്ല എല്ലാവർക്കും? ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഇതിലിട്ടിട്ടുള്ളത് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി, പിന്നെ ഇത് ടൊമാറ്റോ ജ്യൂസ്, കാപ്പിപ്പൊടി, ടൊമാറ്റോ സോസ്, പഞ്ചസാര, ഇത് 3 ഇട്ടിട്ടുള്ളത്. ആദ്യം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതാണ്. ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇതും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് എന്തായാലും കുറച്ച് ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും. ഒരു ഫംഗ്ഷനൊക്കെ പോണതിന് 3 ദിവസം മുന്നേ നമ്മളിത് പരട്ടണം. അന്നേ പരട്ടിയിട്ട് അയ്യോ എൻ്റെ മുഖം വെളുത്തില്ല എന്ന് പറയരുത്. നമ്മളിത് വെള്ളിയാഴ്ച തന്നെ ഇത് പരട്ടാൻ തുടങ്ങണം. ഞായറാഴ്ച ഒരു കല്യാണം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച തന്നെ നമ്മളിത് പരട്ടി കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് എന്തായാലും കുറച്ച് ഡിഫറൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ കാണാമല്ലോ എല്ലാവർക്കും എൻ്റെ കയ്യിൽ കുറച്ച് കളർ വന്നിട്ടുണ്ടല്ലോ. ഫസ്റ്റുള്ളേക്കാളും കുറച്ച് ഡിഫറൻറ്റ് ഇല്ല. ഫുൾ അങ്ങനെ വെള്ള കടലാസാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ കാണാൻ ശ്രമിക്കൂ. ഓക്കെ, ബൈ.